ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ കട്ടിംഗ് ബോർഡ് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് വർഷങ്ങളായ കട്ടിംഗ് ബോർഡാണിത്. അപ്പം ഞാനിപ്പോൾ പുതിയതിലാണ് ഉപയോഗിക്കുന്നത്, മാറ്റിയിട്ടതാണ്. അപ്പോൾ ഇതൊന്ന് വെളുപ്പിച്ചെടുക്കാമെന്ന് നോക്കി. അപ്പോൾ നമുക്കൊന്ന് വെളുപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഫുള്ളായിട്ട് അങ്ങ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. അപ്പം ആ ബേക്കിംഗ് പൗഡറിൻ്റെ പുറത്തോട്ട് നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ വാടിയ നാരങ്ങ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ആകുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബേക്കിംഗ് പൗഡറും വിനാഗിരിയും നാരങ്ങായും കൂടെ ചെല്ലുമ്പോഴത്തേനൊരു നല്ലൊരു മാറ്റമാണ് സംഭവിക്കുന്നത്. തേക്കുമ്പം തന്നെ അറിയാം. ഇതേപോലെ ഒരു അരമണിക്കൂർ നമ്മൾ തേച്ച് ഇട്ടേക്കണം. നാരങ്ങായുമായിട്ട് നാരങ്ങ കൊണ്ട് ഇതേപോലെ ഒന്ന് തേച്ചിട്ട് അരമണിക്കൂറെങ്കിലും വെക്കണം. ഇതിപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതിന് വേണ്ടി 10 മിനിറ്റ് പോലും വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നാരങ്ങ വെച്ച് തേക്കുമ്പം തന്നെ നമുക്ക് നല്ല വ്യത്യാസം കാണുന്നുണ്ട്. ഇനി നമുക്ക് സ്ക്രബ്ബർ വെച്ചൊന്ന് തേച്ച് നോക്കാം. അപ്പോൾ 2 വശം ഇതേപോലെ തന്നെ ആക്കിയെടുക്കണം. ഇനിയിപ്പോൾ ഞാൻ സ്ക്രബ്ബർ വെച്ച് തേച്ച് കൊടുക്കാൻ പോവുകയാണേ. ഇപ്പോൾ ഒരുപാടിട്ട് ശക്തിയായിട്ട് ഉരയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതേപോലെ ഒന്ന് തേച്ചെടുക്കുമ്പം തന്നെ നമുക്ക് അതിൻ്റെ മാറ്റം അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി നാളായത് ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ ഒന്ന് തേച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ്ടേ തേക്കുമ്പം തന്നെ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ അതിനകത്ത് സവാളയും മീനൊക്കെ കട്ട് ചെയ്തതിൻ്റെ ആ സ്ക്രാച്ച് മാത്രമേ അതിനകത്ത് കാണത്തുള്ളൂ. ബാക്കി എല്ലാം അതിൻ്റെ അഴുക്കും അതിൻ്റെ കറയെല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ്ട് കഴുകിയെടുക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല വ്യത്യാസമുണ്ട്. ആ അരിഞ്ഞെടുത്തതിൻ്റെ ആ സ്ക്രാച്ച് മാത്രമേ ഉള്ളൂ. നാരങ്ങ വെച്ചൊന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ അതാണ്ട് ആ ഭാഗമൊക്കെ വെളുത്ത് കിട്ടുന്നുണ്ട്, കറയെല്ലാം പോയി കിട്ടുന്നുണ്ട്. അപ്പോൾ കഴുകിയതിന് ശേഷം നാരങ്ങ തോട് വെച്ച് ഞാനൊന്ന് തേക്കുക. അപ്പോൾ തന്നെ നമുക്കറിയാം നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങളെ വീട്ടിലും ഇതേപോലെ കട്ടിംഗ് ബോർഡൊക്കെ കറ പിടിച്ച് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തേച്ച് നോക്കുക. നല്ലവണ്ണം വെളുത്ത് കിട്ടും. ഇനി ഇതിപ്പോൾ നമുക്ക് നല്ലോണം തേച്ചതിന് ശേഷം ഒന്ന് കഴുകിയിട്ട് വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയെടുക്കണം. അപ്പോഴാണ് അടിപൊളിയായിട്ട് നല്ല വെളുക്കുന്നതായിട്ട് കാണാം. അപ്പോൾ കണ്ടോ, ഇനിയിപ്പോൾ നമുക്ക് വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. കണ്ടോ എന്ത് വ്യത്യാസമുണ്ട് ആദ്യത്തേനേക്കാളും. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക.